നമുക്കൊപ്പം ഇപ്പോൾ ജനീഷിൻ്റെ കുടുംബം ചേരുന്നു. ജനീഷ് ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. അത് ജനീഷിലേക്ക് ഒന്ന് സംസാരിച്ചിട്ട്, ജനീഷ് ഒരു അപ്രതീക്ഷിതം എന്നെല്ലാം തന്നെ പറയുമ്പോഴും ജനീഷിൻ്റെ ഈ വരവുകളിൽ കഴിഞ്ഞു പോയ നാൾ ഒരുപാട് ഒരു പോരാട്ടത്തിൻ്റെ എല്ലാം കനലുകളുള്ള ഒരാൾ കൂടിയാണ്. ഈ ദിവസം ഈ നടന്ന വഴികൾ ഇതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അല്ല, വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി നേതൃത്വം ഏൽപ്പിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഘട്ടം മുതൽ തന്നെ വളരെ നിർണായകമായ ചുമതലകളിലേക്ക് പാർട്ടി നിയോഗിക്കുന്ന ഒരു ഘട്ടം. സംസ്ഥാന പ്രസിഡന്റാകുന്നു, അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം നൽകുന്നത് ആ മണ്ഡലത്തിൽ ജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. തുടർന്ന് തന്നെ വളരെ പെട്ടെന്ന് ആദ്യ മത്സരത്തിൽ തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഇപ്പോൾ രാജ്യത്തെല്ലായിടത്തും കോൺഗ്രസ് മന്ത്രിസഭകൾ കടന്നു വന്നിട്ടുള്ള എല്ലായിടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നിലപാടിൻ്റെ പ്രകാരമായി തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രതിനിധികളോ മന്ത്രിസഭയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം ഇവിടെയും ഉണ്ടായി സ്വാഭാവികമായിട്ടും. പിന്നെ മാത്രമല്ല, പിന്നെ ACC സെക്രട്ടറി KC വേണുഗോപാലും അതോടൊപ്പം തന്നെ CM ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ അതിനകത്തൊരു അനുകൂലമായ നിലപാടിലേക്കും കടന്നു വന്നു. അപ്പോൾ ഇതൊരു കഴിഞ്ഞ 10 വർഷക്കാലം തെരുവിൽ സമരം ചെയ്ത KSUക്കാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കൊക്കെ നൽകിയ ഒരു അംഗീകാരം പോലെ തന്നെയാണ് ഞാനതിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇതിൽ കടന്നു വന്ന നിയമസഭാ സാമാജികരിൽ നിന്ന് ഈ പറയുന്ന നമ്പറിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നത് എൻ്റെ കാര്യത്തിലാണ് എന്നുള്ളതുകൊണ്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതുകൊണ്ട് അവരൊരു പ്രതിനിധി എന്ന നിലയ്ക്കാണ് ഞാനിപ്പോൾ ഈ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു വരുന്നത്. വലിയൊരു ഉത്തരവാദിത്തമാണ്. പിന്നെ ഇന്നലെ വരെ പോയതുപോലെയല്ല, സംഘടനാ നേതൃത്വ രംഗത്ത് നിന്നതുപോലെയല്ല എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചുള്ള ബോധ്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച പാർട്ടി നേതൃത്വത്തിലുള്ള നന്ദിയും സ്നേഹവും സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുകയാണ്. അപ്രതീക്ഷിതം ആകസ്മികമെന്നൊന്നും ഇനി പറയാനാവില്ല, കാരണം പൂർണ്ണ ഉത്തരവാദിത്തത്തിലേക്ക് നീങ്ങുകയാണ്. അതെ, ആ രീതിയിൽ തന്നെ. അതെ, അല്ല, അങ്ങനെ അപ്രതീക്ഷിതമാണ് എന്ന രീതിയിൽ ഇങ്ങനെ അതിശയിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടങ്ങളൊന്നുമില്ല. കാരണം സംഘടനാ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചൊക്കെ തന്നെ ഏത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അത് ഏറ്റെടുക്കുക, നടപ്പാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇതിലേക്ക് പരിഗണിക്കപ്പെട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് പരാതികളോ പരിഭവങ്ങളുള്ള ആളുകളൊന്നുമില്ല. ഞാൻ ഒരുപാട് വളരെ സീനിയറായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ജയിച്ചു വന്ന ഒരു ഇലക്ഷൻ കൂടിയാണ്. 63 MLA കോൺഗ്രസിൽ നിന്ന് തന്നെ ജയിച്ചു വന്നൊരു ഇലക്ഷൻ കൂടിയാണ്. അപ്പോൾ ഇതൊരു യുവപ്രാതിനിധ്യം എന്ന രീതിയിലാണ് ഞാനിതിൻ്റെ ഭാഗമാകുന്നത്. അതിൻ്റേതായ രീതിയിൽ തന്നെ റെസ്പോൺസിബിലിറ്റികൾ തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അമ്മയോട് കൂടി സംസാരിക്കാം. അമ്മ വലിയ കഷ്ടതകളുടെ വഴികളിൽ ഒരുപാട് ചെറുത്തുവയ്പ്പുകൾ നടത്തിയാണ് ജനീഷിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ നിമിഷം വലിയ സന്തോഷമാണ്, ഹാപ്പിയാണ്. MLA ആയപ്പോൾ തന്നെ സന്തോഷമായിരുന്നു. ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം ഇന്നലെ അത് അറിഞ്ഞപ്പോൾ അതിലും വലിയ സന്തോഷമായി, ഇരട്ടി സന്തോഷമായി. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. അവൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ തല്ലുകൊണ്ടിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കണ്ണീരൊഴുക്കിയിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്, ഉറങ്ങാണ്ട് കുത്തിരുന്നിട്ടുണ്ട്. ഒപ്പം ശ്രീലക്ഷ്മിയുണ്ട്, അഭിഭാഷകയാണ്. ശ്രീലക്ഷ്മി, നിങ്ങൾ ഇങ്ങനെ ഒരു കൂടിച്ചേരലിലേക്കെല്ലാം തന്നെ പോകുമ്പോൾ ജനീഷ് ഈ വഴി തിരഞ്ഞെടുക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? അല്ല, എനിക്ക് ഒരുപാട് നാൾ മുന്നേ അറിയുന്ന ആളാണ്. അപ്പം ഇതാണ് വഴിയെന്ന് അറിയായിരുന്നു. സന്തോഷം. മുന്നോട്ട് പോകുന്നതാണ്. ഇന്ന് സമയം വലിയ സന്തോഷത്തോടു കൂടി തന്നെ നീങ്ങുന്നു അല്ലേ? അതെ, ഇത്ര നാളത്തെ സ്ട്രഗിൾസിനും ഹാർഡ് വർക്കിനും ഡെഡിക്കേഷനും ഒക്കെ ഒരു റിസൾട്ട് ഉണ്ടായതിൽ ഒരുപാട് സന്തോഷം. ഏതായാലും അവരെ ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ജനീഷും കുടുംബവും എല്ലാം തന്നെ. കഴിഞ്ഞു പോകുന്ന വഴികൾ, അടയാളപ്പെടുത്തി പോകുന്ന ഇടങ്ങൾ, ഇതെല്ലാം സമർപ്പിക്കുന്നത് കഴിഞ്ഞ KSU കാലം, യൂത്ത് കോൺഗ്രസ് കാലം തൊട്ട് സമരരംഗത്ത് വളരെ സജീവമായിട്ട് പോകുന്ന ജനീഷിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തത് ജനീഷിൻ്റെ കുടുംബം തന്നെയാണ്. ആ കുടുംബത്തിൻ്റെ ബലം തന്നെയാണ് എപ്പോഴും അത് തന്നെ നിലനിർത്തുന്നതെന്ന് ജനീഷ് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ജനീഷിൻ്റെ വസതിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. രഞ്ജിത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.